കോച്ച് ഗൗതം ഗംഭീർ വന്നതിന് ശേഷം ഇന്ത്യൻ ടീം മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. സാധാരണ ഇന്ത്യൻ ടീമിൽ ഋഷഭ് പന്ത് തുടങ്ങി എല്ലാ താരങ്ങൾക്കുമാണ് ഒരുപാട് അവസരങ്ങൾ കൊടുക്കാറ്. എന്നാൽ ഗംഭീർ വന്നതിന് ശേഷം യുവതാരങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ സഞ്ജുവിനും ഗംഭീർ സപ്പോർട്ട് കൊടുക്കുന്നു. സഞ്ജുവിനെ ഇന്ന് ഓപ്പണിംഗിലാണ് ഗംഭീർ കളിപ്പിച്ചത്. സഞ്ജു ഇന്ന് മികച്ച കളി കാഴ്ചവെച്ചു. ആദ്യ T20യിൽ ബംഗ്ലാദേശ് നാണം കെട്ടു. ഇന്ന് ഇന്ത്യ ജയിച്ചതിന് ശേഷം ഗംഭീർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 127 റൺസിൽ ബംഗ്ലാദേശ് ഇന്ന് ഓൾ ഔട്ടായി. ഇന്ത്യ സെക്കൻഡ് ബാറ്റിംഗിൽ ഈസി ആയിട്ട് ജയിച്ചു. ഇന്ന് ജയിച്ച ശേഷം ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യക്ക് പുതിയൊരു ഓപ്പണിംഗ് ജോഡിയെ ലഭിച്ചിരിക്കുകയാണ്. അഭിഷേകും സഞ്ജുവും മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. എങ്കിലും അഭിഷേകിന് ഇന്ന് റൺഔട്ടിലൂടെ പുറത്താക്കേണ്ടി വന്നു. സഞ്ജു ഒരുപാട് ബൗണ്ടറികൾ ഇന്ന് പാലിച്ചു. അവന്റെ ബാറ്റിംഗ് രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. സഞ്ജു തുടർന്നും ഇതുപോലത്തെ ബാറ്റിംഗ് തന്നെ കാഴ്ചവെക്കണം. അതുപോലെ ഹാർദിക് പാണ്ഡ്യ, അവന്റെ ബാറ്റിംഗ് ശൈലി മികച്ചതായിരുന്നു. അവന്റെ ആ ഒരു കരുത്ത്, അതാണ് ഇന്ത്യൻ ടീമിന് ഇപ്പോൾ ആവശ്യം. ഈ ഒരു T20 പരമ്പര ഇന്ത്യ തന്നെ നേടുമെന്നത് ഉറപ്പാണ്. ബംഗ്ലാദേശ് ഞങ്ങൾക്ക് ഒരു എതിരാളിയായിരിക്കില്ല. സൂര്യ ഇപ്രാവശ്യം ഞങ്ങൾക്ക് പരമ്പര നേടിത്തരും. ഇന്ത്യൻ ടീം അടുത്ത മാച്ചിലും ഇതേ കളി ആവർത്തിക്കട്ടെ എന്ന് കോച്ച് ഗംഭീർ പറഞ്ഞു. ഗംഭീർ സഞ്ജുവിന് നല്ലൊരു സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ സഞ്ജുവിനെ ഒരിക്കലും ഓപ്പണിംഗിൽ കളിപ്പിക്കില്ല. അഭിഷേകും സഞ്ജുവും നല്ല രീതിയിൽ കളിച്ചു വരികയായിരുന്നു. ഈ സമയത്താണ് അഭിഷേക് റൺഔട്ടായത്. എങ്കിലും സഞ്ജു ഇന്ന് 6 ബൗണ്ടറികളാണ് പായിച്ചിട്ടുണ്ടായിരുന്നത്. സഞ്ജുവിനെ കൂട്ടുപിടിച്ച് സൂര്യ ഇന്ന് അടിച്ചു കളിച്ചു. അവസാനം എടുത്തു പറയേണ്ടത് പാണ്ഡ്യയുടെ ബാറ്റിംഗ് തന്നെയാണ്. എന്തായാലും ബംഗ്ലാദേശ് നാണം കെട്ടു. ടെസ്റ്റ് പരമ്പര അവരുടെ കൈവിട്ടുപോയി. ഇപ്പോഴിതാ T20യും കൈവിടാൻ പോവുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ T20ക്ക് വേണ്ടി കാത്തിരിക്കാം. സഞ്ജുവിന് അടുത്ത T20യിലും ഓപ്പണിംഗിൽ തന്നെ സ്ഥാനം കിട്ടും. വേറെ ആരും തന്നെ ടീമിലില്ല. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.